എനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾക്ക് വന്ന ലോസ് എവിടെയും ആർക്കും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെ ഈ വാർത്ത കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിലീഫ് ആൻഡ് എ വെരി കംഫർട്ടിങ് മൊമെന്റ്. നമ്മളായിട്ട് ഇപ്പോൾ നമുക്ക് തീവ്രവാദികളെ പോയി തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതും ഇതിങ്ങനെ നടന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനത്തെ തീവ്രവാദങ്ങൾ ഇന്ത്യക്കും ഇന്ത്യയുടെ ഉള്ളിൽ നമ്മളെ പോലത്തെ ഇന്നസെന്റ് പീപ്പിളിനെതിരെ വരുന്നതിൽ ഇങ്ങനെ തന്നെ തിരിച്ചടിക്കണം എന്ന് ഞാൻ എൻ്റെ ഉറച്ച ശബ്ദത്തിൽ പറയുന്നു. എനിക്ക് പൗരയായിട്ട് തന്നെ പറയാനുള്ളൂ, എല്ലാ ഇന്ത്യക്കാരെ പോലെ ഞാനും ഈ മൊമെന്റിൽ ഇന്ത്യൻ ആയതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ഇത് കൂടുതൽ എനിക്കിനി ഒന്നും പറയാനോ ഇല്ല. ആകെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ പോലത്തെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ മണ്ണിൽ നിന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു അറ്റാക്ക് വന്നത്. അവിടെ നിന്ന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്ത്. അപ്പോൾ അവിടെ പോയി കറക്റ്റ് ഈ ടെററിസ്റ്റ് ക്യാമ്പുകൾ പാകിസ്ഥാനിലെ കണ്ടുപിടിച്ച് ഈ 9 എണ്ണത്തിനെയും ഇല്ലാതാക്കിയതിൽ അതാണ് ഒരു കറേജിയസ് ഇതായിട്ട് കാണണം. മറ്റേത് ഭയങ്കര കവേർഡിഷ് ഓഫ് ദം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്നസെന്റ് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഒരു AK-47 കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? അതൊരു വെരി കവേർഡ് ഓഫ് ദം. അപ്പോൾ ഇതാണ് ഇന്ത്യ, ഇതാണ് ഞങ്ങളുടെ മറുപടി. അതെ, ഇതിലും ആപ്റ്റ് ആയിട്ടുള്ള പേര് ഇനി ഇല്ല. അപ്പൊ ആ പേര് സെലക്ട് ചെയ്തവർക്കും, കാരണം പല എൻ്റെ അമ്മ അടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മാറ്റിയ ഈ ഒരു തീവ്രവാദം എന്നെ പോലെ പല മക്കളുടെ മുമ്പിൽ വെച്ച്, ആൺമക്കളായാലും പെൺമക്കളായാലും മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ കൊന്ന, അല്ലെങ്കിൽ സഹോദരിയുടെ മുമ്പിൽ വെച്ച് സഹോദരനെ കൊന്ന ഈ തീവ്രവാദത്തിന് ഇതിൽ പരം ഈ ഒരു ഓപ്പറേഷന് ഇത്രയും ഇതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരു നെയിം ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. സോ ബിഗ് സല്യൂട്ട് ഫോർ ദാറ്റ് whoever who have done this operation, and big thank you to the government, the Prime Minister and the army people who have been working for it and behind it and working continuously forward. ആ കുട്ടിക്കും ഇതിലൊരു കംഫർട്ട് കാണട്ടെ. കാരണം നമ്മളെല്ലാവരും, നമ്മളടക്കമുള്ള എല്ലാ ഇന്ത്യക്കാർക്കും, ആർമിയിൽ അല്ലാത്തവർക്ക് നമുക്ക് ഇതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആർമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുക, നമ്മുടെ പേട്രിയോട്ടിസം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വാട്ട് എവർ ഇറ്റ് ഇസ് അതിനെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഹിമാൻഷിയും ആൻഡ് ഓൾ ദ വിക്ടിംസിനും ഇതൊരു കംഫർട്ട് കൊടുക്കട്ടെ, കുറച്ചെങ്കിലും റിലീഫ് കൊടുക്കട്ടെ, ഇതൊരു ക്ലോഷർ ആവട്ടെ ഫോർ ആൻഡ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ.